സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് രോഗം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാർട്ട് 1 ആദ്യം കണ്ടിട്ട് വരിക. സോ ലെറ്റ്സ് മൂവ് ടു ദി ചാപ്റ്റർ. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വേർ റാദർ കൺഫ്യൂസ്ഡ്, ഹി അഡ്മിറ്റഡ്. അപ്പോൾ അദ്ദേഹം ഒരു അഡ്മിറ്റ് ചെയ്യാണ്, അതായത് സമ്മതിക്കുകയാണ് ഒരു കാര്യം. എന്താണ്? മൈ ഡ്രീം അറ്റ് ദാറ്റ് ടൈം വേർ റാദർ കൺഫ്യൂസ്ഡ്. എൻ്റെ ഡ്രീം എന്ന് പറയാം, ആ സമയത്തുള്ള എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആയിരുന്നു, കുറച്ച് ആശയക്കുഴപ്പം നിറഞ്ഞതായിരുന്നു. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. എൻ്റെ രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ലൈഫ് എനിക്ക് ഭയങ്കര ബോറായി തോന്നാൻ തുടങ്ങി. There did not seem to be anything worth doing. ഒരു മൂല്യമുള്ള കാര്യം ചെയ്യണം എന്നുള്ളൊരു തോട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഐ ഡ്രീം ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. എനിക്കൊരു ഡ്രീം ഉണ്ടായി. അതെന്തായിരുന്നു? ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. എക്സിക്യൂട്ടഡ് എന്ന് വെച്ചാൽ വധശിക്ഷ. അദ്ദേഹം വധശിക്ഷയ്ക്ക് റെഡി ആവുന്നൊരു സീന് അദ്ദേഹത്തിന് ഒരു ഡ്രീമായിട്ട് വന്നു. ഐ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ദർ വേർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു ഇഫ് ഐ വേർ റിപ്രീവ്ഡ്. അപ്പോൾ ഞാൻ സഡൻലി പെട്ടെന്ന് റിയലൈസ് ചെയ്യാണ്, അതായത് തിരിച്ചറിയാണ്, ദാറ്റ് ദർ വേർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു. വർത്ത് വൈൽ എന്ന് വെച്ചാൽ മൂല്യമുള്ളത്. അപ്പോൾ അതിൽ കുറേ മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് വരികയാണ്. ഇഫ് ഐ വേർ റിപ്രീവ്ഡ്. റിപ്രീവ്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് ഇളവ് ചെയ്യുക, അതായത് ശിക്ഷയിൽ നിന്ന് ഒരു താൽക്കാലിക മോചനം ഒക്കെയാണ് റിപ്രീവ്ഡിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഒരു മോചനം കിട്ടിയാൽ, അതായത് ആ വധശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് കിട്ടിയാൽ എനിക്ക് കുറേ മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ, ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് പെട്ടെന്ന് വരികയാണ് കേട്ടോ. Another recurring dream was the idea of sacrificing my life to save others. Recurring എന്നുള്ള ടേമിൻ്റെ മീനിങ് ആവർത്തിക്കുക. അപ്പോൾ വേറൊരു ആവർത്തിച്ച് വരുന്നൊരു വേറൊരു ഡ്രീമായിരുന്നു വാസ് ദി ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. സാക്രിഫൈസിങ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ത്യാഗം. അപ്പോൾ ത്യാഗം ചെയ്യുക, എൻ്റെ ലൈഫ് ത്യാഗം ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? വേറെ ആളുകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് ത്യാഗം ചെയ്യുക എന്നുള്ളത് ആവർത്തിച്ച് വരുന്നൊരു ഡ്രീമായിരുന്നു. ആഫ്റ്റർ ആൾ ഇഫ് ഐ വർ ഗോയിങ് ടു ഡൈ ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്. ആഫ്റ്റർ ആൾ, അതുപോലെ തന്നെ അതിലുപരി ഞാൻ മരിക്കാൻ പോകുമ്പോൾ നല്ലത് ചെയ്യാം. Hawking's doctors hoped that his condition would stabilize, but the disease aggravated rapidly. ഹോക്കിങ്ങിൻ്റെ ഡോക്ടേഴ്സ് അവർ ഹോപ്പ് ചെയ്തു ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്യും, ഇങ്ങനെ നിലനിന്ന് പോകുമെന്ന്. ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി. പക്ഷേ അവർ വിചാരിച്ച പോലെ ആയില്ല. അഗ്രവേറ്റഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് വഷളാക്കി. റാപ്പിഡ്ലി മീൻസ് അതിവേഗം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഡിസീസിൻ്റെ കണ്ടീഷൻ ഭയങ്കര വഷളാവുന്ന ഒരു അവസ്ഥയിലെത്തി. ദേ സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years ടു ലീവ്. അവർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അറിയിക്കുകയാണ് ദാറ്റ് ഹി ഹാഡ് ഓൺലി 2 more years ടു ലീവ്. അദ്ദേഹത്തിന് ജീവിക്കാൻ 2 വർഷം മാത്രമേ ഉള്ളൂ എന്ന്. 2 years passed. അങ്ങനെ 2 വർഷം കഴിഞ്ഞുപോയി. ദ പ്രോഗ്രഷൻ ഓഫ് ദി ഡിസീസ് ഹാഡ് സ്ലോഡ്. പ്രോഗ്രഷൻ എന്നുള്ള ടേമിൻ്റെ മീനിങ് പുരോഗതി. ആ ഒരു ഡിസീസിൻ്റെ പുരോഗതി ഇങ്ങനെ മെല്ലെ ആയി. ഓക്കെ, ഐ ഡിഡ്ന്റ് ഡൈ. ഞാൻ മരിച്ചില്ല എന്ന് ഹോക്കിംഗ് പറയണം കേട്ടോ. ഇൻ ഫാക്ട് ഓൾദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ. ഇൻ ഫാക്ട് എന്നിരുന്നാലും, ഓൾദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ. ഹാങ്ങിങ് എന്ന് വെച്ചാൽ തൂങ്ങിക്കിടക്കുക. എങ്കിലും എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ക്ലൗഡ് അവിടെ ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ, ലൈക്ക് ഭാവിനെക്കുറിച്ച് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. I found to my surprise that I was enjoying life in the present more than before. പക്ഷേ എൻ്റെ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കണ്ടെത്തുന്ന എന്താണ്? I was enjoying life in the present. പ്രസൻറ്റിലുള്ള ഇപ്പോഴുള്ള ജീവിതമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. മോർ ദാൻ ബിഫോർ. മുമ്പ് ഈ ഒരു അസുഖമുണ്ട് അറിയുന്നതിന് മുമ്പുള്ള ജീവിതത്തേക്കാൾ ഇപ്പോഴുള്ള ജീവിതമാണ് അദ്ദേഹം എൻജോയ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്.
though still a not too distant certainty. വേർ പോസ്റ്റ്പോണ്ടഡ്. അപ്പോൾ എന്താ പറയുന്നത്, ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, മൊത്തത്തിലുള്ള ഒരു വൈകല്യം, ഡിസബിലിറ്റി എന്ന് വെച്ചാൽ വൈകല്യം, ആൻഡ് ഡെത്ത് മരണം, മൊത്തത്തിലുള്ളൊരു വൈകല്യവും മരണവും, ദോ സ്റ്റിൽ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെർട്ടേണിറ്റി, സെർട്ടേണിറ്റി എന്ന് വെച്ചാൽ ഉറപ്പ്, ഡിസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ദൂരം, വളരെ അകലെയല്ലാത്തൊരു ഉറപ്പ്, അതായത് ടോട്ടൽ വൈകല്യവും അതുപോലെ തന്നെ ഡെത്ത് എന്ന് പറയുന്നതും അത്ര അകലത്തല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വേർ പോസ്റ്റ്പോണ്ടഡ് എന്ന് വെച്ചാൽ മാറ്റിവെച്ചു. ടോട്ടൽ വൈകല്യവും മരണവും എന്നുള്ളത് കുറേ ദൂരത്തല്ല നിൽക്കുന്നത്, അത് മാറ്റിവെച്ചു, പോസ്റ്റ്പോണ്ട് ചെയ്തു. Hawking had his reprieve, a precarious and a temporary one, but life was precious. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ് എന്ന് വെച്ചാൽ ഇളവ്. ഹോക്കിങ്ങിന് ആ ഒരു ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടി എന്ന് പറയുന്നത്. എ പ്രിക്കാരിയസ് ആൻഡ് എ ടെമ്പററി വൺ. പ്രിക്കാരിയസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഉറപ്പില്ലാത്ത, ആൻഡ് ടെമ്പററി മീൻസ് താൽക്കാലികമായ. അപ്പോൾ ആ ഒരു ശിക്ഷയിൽ നിന്ന് ഉറപ്പില്ലാത്ത അതുപോലെ തന്നെ താൽക്കാലികമായ ഒരു ഇളവ് കിട്ടി. ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. പക്ഷേ ഇപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആണ്. പ്രഷ്യസ് എന്ന് വെച്ചാൽ വിലയേറിയതാണ്. ഓക്കെ. അറ്റ് എ ന്യൂ Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jane Wilde. ഒരു ന്യൂ ഇയർ പാർട്ടി, സെൻറ്റ് ആൽബസിൽ നടക്കുന്ന ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് ജസ്റ്റ് ബിഫോർ ഹി എൻറ്റേർഡ് ദി ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. ഹോക്കിംഗ് ജെയിൻ വൈൽഡിനെ മീറ്റ് ചെയ്തു. ടു ഹെർ ദിസ് ഡിഷെവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ്, എസെൻട്രിക് ആൻഡ് റേദർ അറോഗൻറ്റ്. അവൾക്ക് തോന്നിയത്, ഡിഷവൽഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് ഒരു അലങ്കോലമായിട്ടുള്ള, ഒരു അടക്കും ചിട്ടയുമില്ലാത്ത ഒരു അലങ്കോലമായിട്ടുള്ള ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ടെറിബിൾ എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് ഭയങ്കരമായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ പോലെ ഫീൽ ചെയ്തു. എസെൻട്രിക് മീൻസ് വിചിത്രമായതിനാണ് എസെൻട്രിക് എന്ന് പറയുന്നത്. ആൻഡ് റേദർ അറോഗൻറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അഹങ്കാരി. അപ്പോൾ അവൾക്ക് ഫീൽ ചെയ്യുന്നത്, ഹോക്കിങ്ങിനെ കുറിച്ച് അവൾക്ക് ഫീൽ ചെയ്യുന്നത് ഡിഷവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ്, ഒരു അടക്കും ചിട്ടയില്ലാത്ത ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അതുപോലെ തന്നെ വിചിത്രമാണ്, അതുപോലെ തന്നെ അഹങ്കാരിയായിട്ടാണ് അവൾക്ക് ജെയിൻ വൈൽഡിന് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. പക്ഷേ അദ്ദേഹം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. അവൾക്ക് അവൻ്റെ വിറ്റ് എന്ന് വെച്ചാൽ നർമ്മബോധം ഇഷ്ടമായി. When Jane met him again after his discharge from the hospital, he was really in a pathetic state. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ജെയിന് അദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പോൾ he was really in a pathetic state എന്ന് വെച്ചാൽ ദയനീയമായ ഒരു അവസ്ഥ, അതിനെയാണ് pathetic state എന്ന് പറയുന്നത്. അപ്പോൾ ഒരു pathetic സ്റ്റേറ്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. I think he has lost his will to live. അപ്പോൾ ജെയിൻ പറയുന്ന വാക്കുകളാണ് കേട്ടോ. I think he has lost his will to live. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ജീവിക്കാനുള്ളൊരു ആഗ്രഹം ഇല്ലാതായി എന്നാണ്. will to live എന്ന് വെച്ചാൽ ജീവിക്കാനുള്ളൊരു ആഗ്രഹം, അത് ഇല്ലാതായി എന്ന് എനിക്ക് തോന്നി എന്നാണ് ജെയിൻ പറയുന്നത്. He was very confused. അദ്ദേഹം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. She commented. അവൾ അഭിപ്രായപ്പെട്ടു. She was not, however, put off by his physical or mental condition. എന്നിരുന്നാലും അവൾ അദ്ദേഹത്തിൻ്റെ ഈ ഫിസിക്കൽ അതുപോലെ തന്നെ മെൻ്റൽ കണ്ടീഷൻ, ശാരീരികവും മാനസികവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ കണ്ടീഷൻ അവളെ തളർത്തിയില്ല, അല്ലെങ്കിൽ അവൾക്ക് അതിനോടൊരു വെറുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. പുട്ട് ഓഫ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഒഴിവാക്കുക എന്നാണ് മീനിങ്. ഷീ വാസ് റേദർ എ ഷൈ ടീനേജർ. അവൾ എങ്ങനെയായിരുന്നു, ജെയിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അവളൊരു ഷൈ ആയിട്ടുള്ള, കുറച്ച് നാണം കുടുങ്ങിയായിട്ടുള്ള ഒരു ടീനേജറായിരുന്നു. സീരിയസ് മൈൻഡഡ്, ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. with a strong faith in God ingrained from childhood by her mother. അവൾക്ക് ദൈവത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇൻഗ്രെയിൻഡ് എന്ന് വെച്ചാൽ ദൃഢമായ, ഉറച്ച, ആ ദൈവത്തോടുള്ളൊരു വിശ്വാസം, ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം ചെറുപ്പം മുതലേ അവളുടെ അമ്മയിൽ നിന്ന് അവൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി എന്ന് വെച്ചാൽ പ്രതികൂലാവസ്ഥ. അവൾ ബിലീവ് ചെയ്യുന്നു, അവൾ വിശ്വസിക്കുന്നു ഒരു പ്രതികൂലാവസ്ഥയിൽ നിന്നും നല്ല കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അവൾക്കുണ്ട്. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി.
ഹോക്കിംഗ് അവളുടെ അഡ്മയർഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അഭിനന്ദിച്ചു. ഓക്കെ, ഒപ്റ്റിമിസം എന്ന ടേമിൻ്റെ മീനിങ് ശുഭാക്തി വിശ്വാസം. ഓക്കെ, ഹോക്കിംഗ് അവളെ അഭിനന്ദിച്ചു, അവളുടെ ഈ ശുഭാക്തി വിശ്വാസത്തിൽ ഹോക്കിംഗ് അഭിനന്ദിച്ചു. ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ വളരാൻ തുടങ്ങി, മെല്ലെ മെല്ലെ പതിയെ പതിയെ വളരാൻ തുടങ്ങി. ആഫ്റ്റർ എ വൈൽ ദ ടു ബിഗെയിൻ ടു റിയലൈസ് ഇൻ ജെയിൻസ് വേർഡ്സ് ദാറ്റ് ടുഗെദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും തിരിച്ചറിയാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. ഇൻ ജെയിൻസ് വേർഡ്, അത് ജെയിൻസിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ടുഗെദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ, നമ്മൾ ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു തോട്ട് അവർക്ക് രണ്ടുപേർക്കും തോന്നാൻ തുടങ്ങി. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. സ്റ്റീഫനെ സംബന്ധിച്ച് ആ വാക്കുകൾ ഭയങ്കര വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചു. He applied for a research fellowship at Keys, one of the colleges in Cambridge University. അദ്ദേഹം റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട്, ഫെലോഷിപ്പ് എന്ന് വെച്ചാൽ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് കീസ് എന്നുള്ള കോളേജിൽ അപ്ലൈ ചെയ്തു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജാണ് കീസ് എന്ന് പറയുന്നത്. In 1965, at the age of 23, Hawking received his fellowship at Keys. 1965 അദ്ദേഹത്തിന് 23 വയസ്സുള്ളപ്പോഴാണ് ഹോക്കിങ് അദ്ദേഹത്തിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പ് കീസിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദി സെയിം ഇയർ ജെയിൻ ആൻഡ് ഹി വർ മാരീഡ്. ആ സെയിം വർഷം ജൂലൈയിൽ ജെയിനും അദ്ദേഹവും മാരീഡായി. People who remember Hawking in the university in the late 1960s recall him making his way around the corridor with a cane, supporting himself against the wall. ഒക്കെ ഹോക്കിങ്ങിനെ യൂണിവേഴ്സിറ്റിയിൽ കണ്ടിരുന്ന വ്യക്തികൾ അദ്ദേഹത്തെ ഓർക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. Recall him making his way around the corridor with a cane, supporting himself against the wall. Cane എന്ന് വെച്ചാൽ ചൂരൽ, റീകോൾ എന്ന് വെച്ചാൽ ഓർക്കുന്നു, അങ്ങനെയാണ് കേട്ടോ മീനിങ് വരുന്നത്. കൊറിഡോർ എന്ന് വെച്ചാൽ ഇടവഴികളിൽ. അപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹം ഒരു ചൂരൽവടി പിടിച്ചിട്ട് ഇടവഴിയിലൂടെ നടക്കുന്നതാണ്. സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദി വാളിനോട്, ചുമരിനോട് അദ്ദേഹത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം നടക്കാറ്. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചിരുന്നത് സൗണ്ടഡ് ലൈക്ക്, അത് എങ്ങനെയായിരുന്നു സൗണ്ട് ചെയ്തിരുന്നത്? എ സ്ലൈറ്റ് എന്ന് വെച്ചാൽ നേരിയ, ഇംപെഡിമെൻറ്റ് എന്ന് വെച്ചാൽ തടസ്സം, നേരിയ ഒരു സ്പീച്ച്, സംസാരത്തിലുള്ള തടസ്സം, നേരിയ സംസാരത്തിലുള്ള വൈകല്യം, അങ്ങനത്തെ ഒരു സൗണ്ടിൻ്റെ രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. More than that, they remember him brashness in sessions involving some of the world's most distinguished scientists. അതിലുപരി അവർ അദ്ദേഹത്തെ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രാഷ്നസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ധൈര്യം അല്ലെങ്കിൽ ധീരത. ഇൻ സെക്ഷൻസ് ഇൻവോൾവിങ് സം ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റസ്. ഡിസ്റ്റിങ്വിഷ്ഡ് എന്ന് വെച്ചാൽ പ്രമുഖരായിട്ടുള്ളത് എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. ലോകപ്രമുഖരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെയൊക്കെ സെഷൻസിൽ ധീരതയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹോക്കിങ്ങിന് ഓർമ്മയുള്ളത്. അതായത് ഇവിടെ പറയുന്നത് കൊറിഡോറിലൂടെ ഇങ്ങനെ ചുരൽവടിയൊക്കെ പിടിച്ച് നടക്കുന്നതിലേറെ ഓർമ്മ ഇദ്ദേഹത്തെ ഇങ്ങനെ ഭയങ്കര ധീരതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്, ഹോക്കിംഗ് ഡയറിംഗ്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. വൈൽ അതർ യങ് റിസർച്ചേഴ്സ്, ബാക്കിയുള്ള യങ് ആയിട്ടുള്ള റിസർച്ചേഴ്സൊക്കെ കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്. റെവറൻഷ്യൽ എന്നുള്ള ടേമിൻ്റെ മീനിങ് ആദരവോടുകൂടിയുള്ളൊരു നിശബ്ദത പാലിച്ചെങ്കിൽ, ഹോക്കിംഗ് ഡയറിംഗ്ലി എന്നുള്ള ടേമിൻ്റെ മീനിങ് ധൈര്യമായിട്ട്, ആസ്ക്ഡ് എന്ന് വെച്ചാൽ ചോദിച്ചു, അൺഎക്സ്പെക്റ്റഡ് ആരും പ്രതീക്ഷിക്കാത്ത, ആൻഡ് പെനട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. പെനട്രേറ്റിംഗ് എന്നുള്ള ടേമിൻ്റെ മീനിങ് തുളച്ചു കയറുന്ന അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള യങ് റിസർച്ചേഴ്സൊക്കെ ഒരു ആദരവോടു കൂടി കുറച്ച് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും ഹോക്കിങ് ധൈര്യപൂർവ്വം ആരും പ്രതീക്ഷിക്കാത്ത അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ഹി ക്ലിയർലി നോ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനദർ ഐൻസ്റ്റൈൻ ബിഗെയിൻ ദെൻ. അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ പ്രശസ്തി. ആസ് എ ജീനിയസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രശസ്തി, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഒക്കെ പിന്നാലെ അങ്ങനെ അനദർ ഐൻസ്റ്റൈൻ എന്നുള്ള ആ ഒരു പ്രശസ്തിയൊക്കെ അദ്ദേഹത്തിന് വരാൻ തുടങ്ങി.
In 1980, a practical need for funds launched him into a new enterprise that was to have a far reaching impact on the Hawkins and others all over the world. 1980കളിൽ എ പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട് എന്ന് വെച്ചാൽ ക്യാഷിന് ആവശ്യമുണ്ടായപ്പോൾ ഫണ്ടിന് ആവശ്യം വന്ന ഒരു സമയത്ത് ലോഞ്ച്ഡ് ഹിം ഇൻ ടു എ ന്യൂ എൻ്റർപ്രൈസ് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹാവ് എ ഫാർ റിച്ചിങ് ഇമ്പാക്റ്റ് ഓൺ ദി ഹോക്കിങ്സ്. ആ ഒരു സംരംഭം കാരണം അദ്ദേഹത്തിന് ഒരു ഫാർ റിച്ചിങ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ദൂരവ്യാപകമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഒരു ഫലം ഉണ്ടാക്കി. ഓൺ ദി ഹോക്കിങ്സ് എന്ന് പറഞ്ഞാൽ ആ ഹോക്കിംഗ് ഫാമിലിക്ക് മൊത്തം. ആൻഡ് അതേഴ്സ് ആൾ ഓവർ ദി വേൾഡ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ലോകത്തുള്ള ബാക്കിയുള്ളവരിലും. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദി യൂണിവേഴ്സ്, അബൌട്ട് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വോണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തായിരുന്നു? ഒരു ബുക്ക് എഴുതുക. എന്തിനെക്കുറിച്ച്? യൂണിവേഴ്സ്, പ്രപഞ്ചത്തെക്കുറിച്ച്. അബൌട്ട് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്, അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച്. ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വോണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹത്തെ കോസ്മോളജി, പ്രപഞ്ചശാസ്ത്രവും അതുപോലെ തന്നെ ക്വാണ്ടം സിദ്ധാന്തവും പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊരു ബുക്ക് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്? ഈസ് ദി യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? ഇൻഫിനിറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അനന്തമായ, ബൗണ്ടറീസ് എന്ന് വെച്ചാൽ അതിരുകൾ. അപ്പോൾ ഈസ് ദി യൂണിവേഴ്സ് ഇൻഫിനിറ്റ്, ഈ പ്രപഞ്ചം ഇൻഫിനിറ്റ് ആണോ, അനന്തമാണോ? ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്, ഓർ അതിന് എന്തെങ്കിലും അതിരുകളുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? പ്രപഞ്ചത്തിന് ഒരു അവസാനമുണ്ടോ? ഇഫ് സോ ഹൗ? അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ? ഈസ് ദെയർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന ഒരു കംപ്ലീറ്റ് തിയറി ഉണ്ടോ? ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്, അതിൽ ഉൾപ്പെടുന്ന എല്ലാത്തിനെയും കുറിച്ചൊരു കംപ്ലീറ്റ് തിയറി ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈസ് ദെയർ എ ബിഗിനിങ് ഓഫ് ടൈം? സമയത്തിനൊരു തുടക്കമുണ്ടോ? കുഡ് ടൈം റൺ ബാക്ക്? സമയം പിന്നിലോട്ട് ഓടുമോ? മുന്നിലോട്ട് ഓടുന്ന സമയം പിന്നിലോട്ട് ഓടുമോ? ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുക്കിൽ വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. The book begins by rewinding the great theories of the cosmos from Newton to Einstein. അപ്പോൾ ഈ ഒരു ബുക്ക് ബിഗിൻ ചെയ്യുന്ന പറഞ്ഞാൽ തുടക്കമിടുന്നത് ബൈ റിവൈൻഡിങ് എന്ന് വെച്ചാൽ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട്. ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് ദി കോസ്മോസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട തിയറീസ് ഫ്രം ന്യൂട്ടൺ ടു ഐൻസ്റ്റൈൻ, ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റൈൻ വരെ നടന്നിട്ടുള്ള ഗ്രേറ്റ് തിയറീസൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ബുക്ക് ബിഗിൻ ചെയ്യുന്നത്. ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഈ ബുക്ക് അദ്ദേഹം എഴുതുന്നത് നോൺ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ. Then next, he completed the first draft in 1984. 1984 അതിൻ്റെ ബുക്കിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അദ്ദേഹം തീർത്തു. While the revision progress was going on, he made a trip to Switzerland. ആ ബുക്കിൻ്റെ ഒരു റിവിഷൻ പ്രോസസ്സ് നടക്കുന്ന ടൈമിലാണ് അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലോട്ട് ട്രിപ്പ് പോകുന്നത്. There he was down with pneumonia and was left on a life supporting system. അവിടെ വെച്ച് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു സപ്പോർട്ടിലായിരുന്നു അദ്ദേഹം നിലനിന്നിരുന്നത്. ഡോക്ടേഴ്സ് ഗേവ് എ ചോയ്സ് ആസ് ടു വെദർ എ ട്രെക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻഡ് പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്. അവിടെ വെച്ച് ഡോക്ടേഴ്സ് ഒരു ചോയ്സ് കൊടുക്കുകയാണ്. എന്താണ് ട്രെക്കിയോട്ടമി എന്ന് പറഞ്ഞാൽ? ശ്വാസനാളത്തിലൊരു ദ്വാരമിട്ടിട്ട് ശ്വാസം എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഈ ട്രെക്കിയോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ട്രെക്കിയോട്ടമി ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ചോയ്സ് കൊടുക്കുകയാണ്. വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻഡ് പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്. അദ്ദേഹത്തിൻ്റെ വിൻഡ് പൈപ്പ് ശ്വാസനാളം റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്പറേഷനാണ്. അത് നടത്താം അല്ലെങ്കിൽ നടത്താതിരിക്കാം, ഓർ നോട്ട്. ഓക്കെ, അങ്ങനെ ഒരു ചോയ്സ് കൊടുക്കുകയാണ്. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ് ബട്ട് ആഫ്റ്റർ വേർഡ്സ് ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്.
അത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചേക്കാം, സേവ് ചെയ്തേക്കാം. ബട്ട് ആഫ്റ്റർവേർഡ്സ്, പക്ഷേ അതിന് ശേഷം ഹീ വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്. അദ്ദേഹം സംസാരിക്കാനോ അതുപോലെ തന്നെ വോക്കൽ തൊണ്ടയിൽ നിന്ന് ശബ്ദം ഇടാനോ അദ്ദേഹത്തിന് സാധിക്കില്ല. വിത്ത് ഗ്രേവ് മിസ്ഗീവിങ്സ് ജെയിൻ കൺസെൻറ്റഡ്. ഗ്രേവ് എന്നുള്ള ടേം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗൗരവമേറിയ. മിസ്ഗീവിങ്സ് എന്ന് വെച്ചാൽ സംശയം, ഒരു വലിയ സംശയം അത് ജെയിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ജെയിൻ കൺസെൻറ്റഡ്, ജെയിൻ സമ്മതം മൂളി. കൺസെൻറ്റഡ് എന്ന് വെച്ചാൽ സമ്മതം നൽകുന്നതിനാണ് കൺസെൻറ്റഡ് എന്ന് പറയുന്നത്. ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്, ജെയിൻ റിമാർക്ക് ചെയ്യാണ്. എന്താണ്? ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്. ബ്ലീക്ക് എന്ന് വെച്ചാൽ മങ്ങിയത് എന്നാണ്, അതായത് ഹോപ്പ്ലെസ് ആയത്. ഫ്യൂച്ചർ ഭാവി ഭയങ്കര മങ്ങിയ പോലെയായിരുന്നു. Hawking could no longer breathe through his mouth and nose, but only through a permanent opening made in his throat. ഹോക്കിങ്ങിന് അദ്ദേഹത്തിൻ്റെ വായയിലൂടെയോ മൂക്കിലൂടെയോ ബ്രീത്ത് എടുക്കാനുള്ളൊരു അവസ്ഥ ഇനിയില്ല. ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ചെയ്തിട്ടുള്ളൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ഹോൾ ഉണ്ട്. അതിലൂടെ മാത്രമേ ഇനി മുതൽ ബ്രീത്തിങ് അദ്ദേഹത്തിന് പോസിബിൾ ആവുള്ളൂ. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ he went home to join Jane and his 3 children. ആഫ്റ്റർ കുറേ ആഴ്ചകൾക്ക് ശേഷമുള്ള ഇൻറ്റൻസീവ് കെയർ എന്ന് വെച്ചാൽ തീവ്രമായ പരിചരണത്തിന് ശേഷം അദ്ദേഹം വീട്ടിലോട്ട് പോവാണ്, ജെയിൻ്റെയും അതുപോലെ തന്നെ 3 മക്കളുടെയും അടുത്തോട്ട്. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്. അദ്ദേഹം ഇപ്പോഴും ഭയങ്കര വീക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയായിരുന്നില്ല. വാൾട്ട് വോൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ, sent him a program he had developed called the Equalizer, which allowed Hawking to select words from the screen. വാൾട്ട് വോൾട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഒരു പ്രോഗ്രാം സെൻഡ് ചെയ്യാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അദ്ദേഹം വികസിപ്പിച്ചിട്ടുള്ളൊരു പ്രോഗ്രാം ഹോക്കിങ്ങിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പ്രോഗ്രാമിൻ്റെ പേര് ഈക്വലൈസർ എന്നാണ്. വിച്ച് അലൗഡ് ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രം ദി സ്ക്രീൻ. ആ ഒരു പ്രോഗ്രാമിലൂടെ ഹോക്കിങ്ങിന് വേർഡ്സൊക്കെ സ്ക്രീനിൽ നിന്ന്, അദ്ദേഹം ഉദ്ദേശിക്കുന്ന വേർഡ്സുകൾ സ്ക്രീനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഹീ തോട്ട് ഹീ വുഡ് ബി അൺഏബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്. അദ്ദേഹം ചിന്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ബുക്ക് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്ന്. അൺഏബിൾ എന്ന് വെച്ചാൽ സാധിക്കാത്ത അവസ്ഥക്കാണ് അൺഏബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. വിത്ത് ദി സപ്പോർട്ട് ഓഫ് ഹിസ് സ്റ്റുഡൻറ്റ് ബ്രിയാൻ വിറ്റ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബ്രിയാൻ വിറ്റിൻ്റെ സഹായത്തോടു കൂടി എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ആ ബുക്ക് പബ്ലിഷ് ചെയ്തു 1988. September 2005 saw the release of an abridged version of the original book. അബ്രിഡ്ജ്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ചുരുക്ക രൂപം. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 2025 ഈ ഒരു ഒറിജിനൽ ബുക്കിൻ്റെ ചുരുക്ക രൂപം റിലീസ് ചെയ്തു. ദിസ് വേർഷൻ വാസ് അപ്ഡേറ്റഡ് to address the new issues that had arisen due to further scientific development. അപ്പോൾ ഈ ഒരു ബുക്ക് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് കാരണം അറൈസൺ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള കുറേ ന്യൂ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അത് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു ബുക്കുള്ളത്. One will encounter a multitude of paradoxes in the book. ഈ ഒരു ബുക്കിൽ വായിക്കുമ്പോൾ ഒരു വ്യക്തി നേരിടേണ്ടി വരുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും. ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫൻ നോട്ട് വാട്ട് ദേ സീം. സയൻസും അതുപോലെ തന്നെ ആളുകളെയും എടുക്കുകയാണെങ്കിൽ തിങ്സ് ആർ ഓഫൻ നോട്ട് വാട്ട് ദേ സീം. നമ്മൾ കാണുന്നതാവില്ല, കാര്യത്തിലോട്ടടുക്കുമ്പോൾ നമ്മൾ കാണുന്നതാവില്ല ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് സയൻസിലാണെങ്കിലും ഒരു വ്യക്തിനെ കാര്യത്തിലെടുക്കുകയാണെങ്കിലും നമ്മൾ കാണുന്നതാവില്ല നമ്മൾ അടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. എ പീസ് ദാറ്റ് ഓൺ ടു ഫിറ്റ് ടുഗെദർ റിഫ്യൂസ് ടു ഡു സോ. ഒരു പീസ്, ഒപ്പം നിൽക്കേണ്ട ഒരു പീസ്, ഒപ്പം നിൽക്കുമെന്ന് തോന്നുന്ന ഒരു പീസ് റിഫ്യൂസ് ടു ഡു സോ, അത് ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാവാത്തൊരവസ്ഥ. ഇതൊക്കെ ആ ബുക്കിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാണ് കേട്ടോ. യു വിൽ ലേൺ ദാറ്റ് ബിഗിനിങ്സ് മേ ബി എൻഡിങ്സ്. നിങ്ങൾ പഠിക്കും എന്ത്? ബിഗിനിങ്സ്, തുടക്കമായിരിക്കും അവസാനമെന്ന്. ക്രൂവൽ സർക്കംസ്റ്റൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. ക്രൂവൽ എന്ന് വെച്ചാൽ ക്രൂരമായ ഒരു സമയം, ഒരു അവസ്ഥ ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്, അതൊരു സന്തോഷത്തിലേക്ക് നയിക്കാം. ആൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. പക്ഷേ ഫെയിം, പ്രശസ്തിയും സക്സസ്സും വിജയവും അങ്ങനെയല്ല എന്നാണ് പറയുന്നത്.
Two great scientific theories taken together seem to give us nonsense. രണ്ട് സയൻറ്റിഫിക് തിയറി ഒപ്പം എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് തോന്നും അത് രണ്ടും നോൺസെൻസ് ആണെന്ന്. കാരണം ഒന്നിൽ വേറെ ആയിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ നെക്സ്റ്റിൽ. അങ്ങനെ ഒരു ഇതിലാണ് പറയുന്നത് കേട്ടോ. എംപ്റ്റി സ്പേസ് isn't empty. ശൂന്യമായ സ്ഥലം ശൂന്യമല്ല എന്ന് തോന്നും. ബ്ലാക്ക് ഹോൾ ആർ ഇൻ ബ്ലാക്ക് ഹോൾ ശരിക്കും ബ്ലാക്ക് അല്ല. ആൻഡ് എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയർ ഷോക്ക് ആൻഡ് പിറ്റി takes us laughing to where the boundaries of time and space ought to be but are not. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ആൻഡ് എ മെൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയർ ഷോക്ക് ആൻഡ് പിറ്റി. ഒരു വ്യക്തിയുടെ അപ്പിയറൻസ് രൂപം കണ്ടാൽ നമുക്ക് ഫീൽ ചെയ്യും ഷോക്ക് ആൻഡ് പിറ്റി, ഒരു ദയയും അതുപോലെ തന്നെ ഒരു ഷോക്കും ഫീൽ ചെയ്യും ചിലരുടെ രൂപം കണ്ടാൽ എന്ന് പറയുന്നത്. ടേക്ക് us laughing to where the boundaries of time and space ought to be. പക്ഷെ ആ വ്യക്തി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകും. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? where the boundaries of time and space ought to be. ടൈമിൻ്റെയും സ്പേസിൻ്റെയും അതിർത്തി എവിടെയാണോ അവിടേക്ക്. ബട്ട് ആർ നോട്ട്. പക്ഷേ ശരിക്കുമുള്ള അതിർത്തി അവിടെയല്ല. ഇതൊക്കെ ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറയുന്നു എന്നുള്ളൂ. ഇത് പല രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, ജസ്റ്റ് ആ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൂ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മിറാക്കിൾ ദാറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവ്രിതിങ് ഹി ഹാസ് ദാറ്റ് ഹീ ഈസ് സ്റ്റിൽ അലൈവ്. അത് ഭയങ്കര ഒരു മിറാക്കിളായിട്ടുള്ള സംഭവമാണ്, അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ്. ദാറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവ്രിതിങ് ഹി ഹാസ്. അദ്ദേഹത്തിന് എല്ലാം അദ്ദേഹം സാധിക്കണം എന്ന് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഹീ ഈസ് സ്റ്റിൽ അലൈവ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അന്ന് പറഞ്ഞിരുന്നു 2 വർഷം കൊണ്ട് മരിക്കും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ വായിച്ചു. However, when you experience his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problem no more seriously than he seems to himself. അപ്പോൾ എന്താ പറയുന്നത്? However, എന്നിരുന്നാലും when you experience his intelligence and humor, അദ്ദേഹത്തിൻ്റെ തമാശയും അതുപോലെ തന്നെ ഇൻ്റലിജൻസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതറിഞ്ഞു കഴിഞ്ഞാൽ, യു ബിഗിൻ ടു ടേക്ക് ഹിസ് അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലല്ലല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. ആ ഒരു അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഹിസ് ഒബ്വിയസ്ലി കറ്റാസ്ട്രോഫിക് ഫിസിക്കൽ പ്രോബ്ലംസ് നോ മോർ സീരിയസ്ലി ദാൻ ഹീ സീംസ് ടു ഹിംസെൽഫ്. ഒബ്വിയസ്ലി എന്നുള്ള ടേമിൻ്റെ മീനിങ് വ്യക്തമായും, കറ്റാസ്ട്രോഫിക് എന്ന് വെച്ചാൽ വിനാശകരമായിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള, ഫിസിക്കൽ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ശാരീരിക പ്രശ്നങ്ങൾ, നോ മോർ സീരിയസ്ലി ദാൻ ഹീ സീംസ് ടു ഹിംസെൽഫ്. അപ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക അവസ്ഥയൊന്നും നമ്മൾ കണക്കിലെടുക്കൂല, കാര്യമായിട്ട് എടുക്കൂല. ദാൻ ഹീ സീംസ് ടു ഹിംസെൽഫ്. അദ്ദേഹം എടുക്കുന്ന അത്ര പോലും കാര്യമായിട്ട് നമ്മൾ എടുക്കില്ല. അതായത് ഇവിടെ മൊത്തം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അതുപോലെ തന്നെ ഹ്യൂമറൊക്കെ നമ്മൾ ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഈ അൺയൂഷ്വൽ മോഡ് ഓഫ് ഈ അസാധാരണമായിട്ടുള്ള സംസാര രീതിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക പ്രശ്നങ്ങളൊന്നും നമ്മൾ കണക്കിലെടുക്കില്ല, അതൊന്നും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കില്ല. കാരണം അത്രയും ഇൻ്റലിജൻ്റ് ആണ് അദ്ദേഹം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഹ്യൂമറുമാണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ വേ ഹി വോണ്ട്സ് ഇറ്റ്. അതാണ് എക്സാക്ട്ലി, അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടതും. ഹീ ചൂസസ് ടു ഇഗ്നോർ ദി ഡിഫിക്കൽറ്റി ആൻഡ് ഹീ എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. അദ്ദേഹം ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് അതൊക്കെ. ആൻഡ് ഹീ എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. അദ്ദേഹം ബാക്കിയുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെയിം ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹം ചിന്തിക്കുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ബാക്കിയുള്ളവരിൽ നിന്നും അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദി സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. ലോക ഫിസിക്സിൻ്റെ സൂപ്പർനോവ എന്ന് വെച്ചാൽ എ സ്റ്റാർ ദാറ്റ് സഡൻലി ബിക്കംസ് ബ്രൈറ്റർ. മിന്നും താരം എന്നൊക്കെ പറയാം. സ്റ്റാർ ദാറ്റ് സഡൻലി ബിക്കംസ് ബ്രൈറ്റർ എന്നാണ്
ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള മീനിങ്. ഓക്കെ, അപ്പോൾ മിന്നും താരമാവാൻ വേണ്ടിയിട്ട്, ഫിസിക്സിലെ ലോകം മിന്നും താരമാവാൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം. സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹം ഓവർകം ചെയ്തു. ഓവർകം എന്ന് വെച്ചാൽ മറികടന്നു. ഹിസ് ക്രിപ്ലിംഗ് ഡിസീസസ്. ക്രിപ്ലിംഗ് എന്ന് വെച്ചാൽ മുടന്തൻ എന്നാണ് ടേമിൻ്റെ മീനിങ് വരുന്നത്. ആ ഒരു അവസ്ഥ അദ്ദേഹം മറികടന്ന് ലോക ഫിസിക്സിൻ്റെ മിന്നും താരമാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ മുടന്ത് അവസ്ഥയൊക്കെ അദ്ദേഹം മറികടന്നു എന്നാണ് ലാസ്റ്റ് ലൈനിൽ പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ചാപ്റ്റർ, റിക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഇത് ഫുൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.